എല്ലാവർക്കും വിസ്റ്റം മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് അഥവാ ഊർജ്ജതന്ത്രം എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. ആദ്യമേ തന്നെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സബ്ജക്റ്റിനെ പറ്റി ഒരു ധാരണ നമുക്ക് എന്താണെന്ന് നോക്കാം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സബ്ജക്റ്റിൽ ഏകദേശം 7 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 10ാം ക്ലാസ്സിലെ ഫിസിക്സിൽ നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7 പാഠഭാഗങ്ങളാണ്. ഈ 7 പാഠഭാഗങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കാം. 7 പാഠഭാഗങ്ങൾ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ 1, 2, 3 ഇത് ഒരു സെറ്റ് പാഠഭാഗമായിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം വരുന്ന 4, 5, 6 പാഠഭാഗങ്ങൾ രണ്ടാമത്തെ സെറ്റായിട്ട് എടുക്കാം. അവസാനത്തെ 7ാമത്തെ പാഠഭാഗം നമുക്ക് 3ാമത്തെ സെറ്റായിട്ട് എടുക്കാം. അപ്പോൾ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ 7 എണ്ണം ഉണ്ട്. അതിന് 3 സെറ്റായിട്ട് തരംതിരിക്കാം. ഇതിലെ ആദ്യത്തെ സെറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ ഇലക്ട്രിസിറ്റിയുമായും അതിനുശേഷമുള്ള 3 പാഠഭാഗങ്ങൾ ഒപ്റ്റിക്സുമായും അഥവാ പ്രകാശവുമായും അവസാനത്തെ പാഠഭാഗം എനർജിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ തരംതിരിച്ചിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾക്കും ഈ പാഠഭാഗങ്ങൾ പഠിക്കുന്നതിൽ ഒരു ഐഡിയ വരാറില്ല. അപ്പോൾ എപ്പോഴും പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് ബൈ സെറ്റായിട്ട് പഠിക്കുക. നിങ്ങൾ 7ാമത്തെ പാഠഭാഗമാണ് പഠിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമുക്ക് മാനദണ്ഡങ്ങളൊന്നുമില്ല. എന്നാൽ നിങ്ങൾ 2ാമത്തെ സെറ്റാണ് എടുക്കുന്നതെങ്കിൽ തന്നെ ആദ്യമേ കയറി നമ്മൾ 6ാമത്തെ പാഠഭാഗം എടുക്കരുത്. 2ാമത്തെ സെറ്റിൽ ഉൾപ്പെടുന്ന 4, 5, 6 പാഠഭാഗങ്ങൾ ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഒരു ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ആദ്യം 4ാമത്തെ പാഠഭാഗം പഠിച്ച് അതിൽ ആശയം ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ 5ാമത്തെ പാഠഭാഗത്തിലേക്കും അതിനുശേഷം 6ാമത്തെ പാഠഭാഗത്തിലേക്കും കിടക്കാൻ. ഇനി നിങ്ങൾക്ക് 2ാമത്തെ സെറ്റ് താല്പര്യമില്ല, 1ാമത്തെ പാഠഭാഗങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ മാർക്കിൻ്റെ വെയിറ്റേജ് നോക്കി 3ാമത്തെ പാഠഭാഗം എടുക്കരുത്. ആദ്യം 1ാമത്തെ പാഠഭാഗം പഠിക്കുക. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച് അപ്പോൾ അതിൽ നിന്നും 2ാമത്തെ പാഠഭാഗം അത് മാഗ്നറ്റിസം ഉൾക്കൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കി 3ാമത്തെ പാഠഭാഗം പഠിക്കുക. അപ്പോൾ എപ്പോഴും പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചു ഒരുങ്ങുമ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കണം പഠിക്കേണ്ടത്. 2ാമത്തെ സെറ്റാണെങ്കിൽ ആദ്യം 4, അത് കഴിഞ്ഞ് 5, അത് കഴിഞ്ഞ് 6. 1ാമത്തെ സെറ്റാണെങ്കിൽ ആദ്യം 1, അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 3ാമത്തെ പാഠഭാഗം. 3ാമത്തെ സെറ്റാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. ആകെ ഒരു പാഠഭാഗം തന്നെയുള്ള അത് 7ാമത്തെ പാഠഭാഗമാണ്. അത് ഡയറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. ഇനി എന്തൊക്കെയാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇതിലെ ആദ്യത്തെ 3 പാഠഭാഗം പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇലക്ട്രിസിറ്റിയുടെ വിവിധ ഫലങ്ങൾ എങ്ങനെ, ഈ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 2ാമത്തെ പാഠഭാഗങ്ങൾ 4, 5, 6 പാഠഭാഗങ്ങളിൽ പ്രധാനമായിട്ടും പ്രകാശോർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് എന്തൊക്കെ പ്രത്യേകതയാണ് സംഭവിക്കുന്നത്, പ്രകാശത്തിൻ്റെ വിവിധ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് 2ാമത്തെ സെറ്റിൽ നമ്മൾ പഠിക്കുന്നത്. 7ാമത്തെ സെറ്റ് പാഠഭാഗത്തെ പറ്റി പറയാച്ചാൽ അത് 7ാമത്തെ പാഠഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് എനർജിയുമായി ബന്ധപ്പെട്ടതാണ്.
കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമുള്ളൊരു പാഠഭാഗമാണ് ഏഴാമത്തെ പാഠഭാഗം. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഇത്രയും കൂടി പുനരാവിഷ്കരണമാണ് ഏഴാമത്തെ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏഴാമത്തെ പാഠഭാഗത്തിൽ പറയുകയാണെങ്കിൽ എനർജി എന്താണെന്നും എനർജിയുടെ വിവിധ സ്രോതസ്സുകൾ എന്താണെന്നും അതിൽ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണെന്നും ഈ എനർജി സോഴ്സസുകൾ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, അതുപോലെ എനർജി കൺവേർഷൻ എങ്ങനെ നല്ല രീതിയിൽ നടത്താം തുടങ്ങിയ, അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഏഴാമത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗരോർജം, അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന കാറ്റോർജം പോലെയുള്ള ഊർജ സ്രോതസ്സുകളെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, ഇങ്ങനെയാണ് ഏഴാമത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു പാഠഭാഗം ഏഴാം പാഠഭാഗമാണ്. കാരണം അത് കംപ്ലീറ്റ്ലി തിയറിയാണ്. മാത്രമല്ല ഏതൊരു കുട്ടിയും എളുപ്പം വായിച്ച് മനസ്സിലാക്കാവുന്ന തിയറി ഭാഗങ്ങളാണ് ഏഴാമത്തെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 2 സെറ്റിലും എളുപ്പമുള്ള പാഠഭാഗങ്ങളാണെങ്കിലും കുറച്ചും കൂടി പ്രോബ്ലംസ് ഒന്നാമത്തെ സെറ്റിലും രണ്ടാമത്തെ സെറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ പാഠഭാഗങ്ങൾ. അപ്പോൾ നമ്മളിനി ഒന്നാം പാഠഭാഗത്തിലേക്ക് കടക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ആദ്യത്തെ 3 പാഠഭാഗങ്ങൾ ഇലക്ട്രിസിറ്റിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നാം പാഠഭാഗത്തിൻ്റെ പേരെന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന കൺസെപ്റ്റാണ്. പ്രധാനമായിട്ടും ഈ പാഠഭാഗത്തിൽ വൈദ്യുതിയുടെ 2 ഫലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റും 2 ലൈറ്റിംഗ് എഫക്റ്റും. അതായത് ഒന്ന് താപഫലവും മറ്റത് പ്രകാശഫലവും ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് സാധാരണ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഊർജമാറ്റം അല്ലെങ്കിൽ എനർജി കൺവേർഷൻ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചില ഉപകരണങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നടക്കുന്ന ഊർജമാറ്റം എന്ത്? ഈ ഒരു ചോദ്യം നിങ്ങൾ SSLC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. SSLC പരീക്ഷയ്ക്ക് മാത്രമല്ല PSC പോലുള്ള പല കോമ്പറ്റീഷൻ എക്സാമുകളിൽ വരെ ചോദിക്കാറുള്ളതും, എന്നാൽ ഇത് പരീക്ഷ എഴുതുന്നവർക്ക് പലപ്പോഴും പറ്റാറുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന എനർജി കൺവേർഷൻ. അപ്പോൾ ഇത് പഠിക്കാൻ ചെറിയൊരു സൂത്രമുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ച് പഠിച്ച് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ബൾബ്. എന്തിനു വേണ്ടി നമ്മൾ ബൾബ് ഉപയോഗിക്കണേ? ബൾബ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു പർപ്പസിനുള്ളൂ, പ്രകാശം ലഭിക്കാൻ. നമ്മൾ ബൾബ് എന്തിനു ഉപയോഗിക്കണേ? പ്രകാശം ലഭിക്കാൻ. സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് ബൾബ് കത്തുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആ ബൾബിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ, ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. രണ്ടാമത്തെ കുറച്ച് ഡിവൈസുകൾ അതൊന്നും പറയുകയാണെങ്കിൽ ഇലക്ട്രിക് ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, അതുപോലെ ഹീറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹെയർ ഡ്രയർ തുടങ്ങിയ ഉപകരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളത് എന്തിനു ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇസ്തിരിപ്പെട്ടി ആയാലും ഹീറ്റർ ആയാലും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്തിരിപ്പെട്ടി തുണി ചൂടാക്കി തേക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഹീറ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഹീറ്റർ എന്ന് പറയുന്ന ഉപകരണമാണെങ്കിലും വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിലും ശരി, മൈക്രോവേവ് ഓവൻ ആണെങ്കിലും ശരി, ഞാൻ പറയുന്നു നമ്മൾ ഭക്ഷണം ചൂടാക്കി പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഉപകരണങ്ങളിൽ പ്രധാനമായിട്ടും വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. വൈദ്യുതിയുടെ ഹീറ്റിംഗ് എഫക്റ്റായിട്ടാണ് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഉപകരണങ്ങളിൽ നടക്കുന്ന ഊർജ പരിവർത്തനം അല്ലെങ്കിൽ ഊർജ്ജമാറ്റം അല്ലെങ്കിൽ എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവെർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന ഡിവൈസ് എന്ത്, അതിൽ നിന്ന് നമുക്ക് എന്ത് എനർജിയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്ത് എഫക്റ്റാണ് ലഭിക്കുന്നതെന്ന് നോക്കുക. ആ എനർജി കൺവെർഷനിലേക്ക് അതിൻ്റെ ഉത്തരം മാറ്റി എഴുതുക. ഇത്രേ ഇതിലുപയോഗിക്കേണ്ട സൂത്രമുള്ളൂ. ഇനി മറ്റ് ചില ഉപകരണങ്ങൾ,
ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫാൻ, അതുപോലെ തന്നെ ഗ്രൈൻഡർ, മിക്സി, ഇലക്ട്രിക് മോട്ടർ. ഈ ഉപകരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇലക്ട്രിക് ഫാൻ ആണെങ്കിൽ ഈ ഫാനിന് ദളങ്ങളുണ്ട്. ദളങ്ങൾ തിരിഞ്ഞ് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ഫാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ കാറ്റ് കിട്ടണമെങ്കിൽ, ദളങ്ങൾ തിരിയണമെങ്കിൽ അവിടെ ഒരു മെക്കാനിക്കൽ എഫക്റ്റ് ഫോഴ്സാണ് കിട്ടുന്നത്. മെക്കാനിക്കൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്. ഇനി മിക്സി, ഗ്രൈൻഡർ പോലുള്ള ഉപകരണങ്ങളാണെങ്കിലും ധാന്യങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളും പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മളൊരു മെക്കാനിക്കൽ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ധാന്യങ്ങൾ പൊടിപ്പിക്കുന്നതും ഭക്ഷണപദാർത്ഥങ്ങൾക്കൊക്കെ പൊടിപ്പിക്കാനും അരയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെക്കാനിക്കൽ ഫോഴ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് മാറ്റം എന്തുട്ടാ, ഇലക്ട്രിക്കൽ എനർജി അത്തരം ഉപകരണങ്ങളിൽ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഇപ്പോൾ തന്നിട്ടുള്ള ഉപകരണത്തിൽ നിന്നും നമുക്ക് എന്ത് എനർജിയാണ് അല്ലെങ്കിൽ എന്ത് എഫക്റ്റാണ് കിട്ടുന്നത്, അതാണ് അവിടുത്തെ എനർജി കൺവെർഷനായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു ഭാഗം ആരും തെറ്റിക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റു ചില ഉപകരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്ററി, അതായത് ബാറ്ററി നമ്മൾ പറഞ്ഞു വൈദ്യുതോർജ്ജം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാറ്ററിയിൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ കുറേ കെമിക്കൽസ് ആണ്. ഒരു ഡൈലൂട്ടഡ് H2SO4 ആണ്, ഡൈലൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ബാറ്ററി നമ്മൾ ചാർജിങ് കണ്ടീഷനിൽ ഇരുന്ന സമയത്തും അല്ലെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന കണ്ടീഷനിലും അവിടെ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ബാറ്ററി ചാർജിങ് സമയത്ത് നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് അവിടെ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമായിട്ട് സംഭരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഉപകരണങ്ങളും അവയിൽ നടക്കുന്ന ഊർജ്ജ കൺവെർഷനും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എഫക്റ്റുകൾ, വൈദ്യുതിയുടെ വിവിധ എഫക്റ്റുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ എഫക്റ്റുകളൊന്നും പഠിക്കേണ്ട ഈ പാഠഭാഗത്തിൽ രണ്ട് എഫക്റ്റുകൾ പഠിച്ചാൽ മതി. ലൈറ്റ് എഫക്റ്റും ഹീറ്റ് എഫക്റ്റും, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഇനി നമ്മൾ ഹീറ്റ് എഫക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജൂൾ നിയമം എന്താണെന്ന് പഠിക്കണം. പക്ഷേ ജൂൾ നിയമം പഠിക്കുമ്പോൾ നമുക്ക് വൈദ്യുതി പ്രവാഹത്തെ പറ്റി അറിയണം. വൈദ്യുതി പ്രവാഹത്തെ പറ്റി അറിയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം എന്താണ് ഈ വൈദ്യുത പ്രവാഹം, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി നമുക്ക് അറിയണം. അപ്പം അതിനു വേണ്ടി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞത് എന്താ? വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്കെച്ച് ഒരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിലൂടെ കുറേ ഇലക്ട്രിക്കൽ ചാർജുകൾ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക്, അതായത് വോൾട്ടേജ് കൂടിയ ദിശയിൽ നിന്നും വോൾട്ടേജ് കുറഞ്ഞ ദിശയിലേക്ക് ഇലക്ട്രിക്കൽ ചാർജുകൾ പ്രവഹിക്കുന്നുണ്ട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇലക്ട്രിക്കൽ ചാർജുകളുടെ നിശ്ചിത സമയത്തിലെ പ്രവാഹത്തെ വിളിക്കുന്ന പേരാണ് വൈദ്യുത പ്രവാഹം. ശ്രദ്ധിക്കുക, ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ഇവിടെ ഹൈ വോൾട്ടേജ്, ഇവിടെ ലോ വോൾട്ടേജ്. എന്തിനിങ്ങനെ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് കൊടുക്കുന്നത്? രണ്ട് ഭാഗത്തും ഒരേപോലെ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാലകത്തിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് എന്തുണ്ടാവില്ല? പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കറിയാം, ഒരു തിരശ്ചീനമായ തറയിൽ ഞാനൊരു ബോൾ വെച്ചെന്ന് വിചാരിക്കുക. ആ ബോള് ചലിക്കില്ല. ആ സമയം ആ തറയ്ക്ക് ലേശം ചെരിവുണ്ടെന്ന് വിചാരിക്കുക. താഴ്ന്ന ഭാഗത്തേക്ക് ആ ബോള് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേപോലെ ഒരു ചാലകം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും, വൈദ്യുത ചാർജുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല? ഇവ ചലിക്കില്ല. ഇവ ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് കൂടിയ വോൾട്ടേജ്, മറ്റൊരു ഭാഗത്ത് കുറഞ്ഞ വോൾട്ടേജ് ഉണ്ടായി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വൈദ്യുത ചാർജുകളെ മൂവ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വൈദ്യുത പ്രവാഹ ചാർജുകൾ പ്രവഹിക്കുമ്പോൾ ഒരു നിശ്ചിത സമയത്തിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജുകൾ പ്രവാഹത്തെ ഞാൻ വിളിച്ചു വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ കറന്റ് എന്ന് വിളിച്ചു. ഒരു നിശ്ചിത സമയത്തിലെ വൈദ്യുത ചാർജുകളുടെ പ്രവാഹത്തെ ഞാൻ വൈദ്യുത പ്രവാഹം എന്ന് വിളിച്ചു. അപ്പോൾ അതിന് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്
ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, ശ്രദ്ധിക്കുക, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I is equal to amount of ഇലക്ട്രിക് ചാർജ് ദാറ്റ് ഈസ് Q. ഇലക്ട്രിക് ചാർജ് നമ്മൾ Q എന്ന ലെറ്ററാണ് ഉപയോഗിക്കുക. ഡിവൈഡ് ബൈ നിശ്ചിത സമയം ടൈം, അതായത് ഇത്ര സമയം T എന്ന സമയത്തിൽ എത്ര എമൗണ്ട് ഓഫ് വൈദ്യുത ചാർജുകൾ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്തു, അതിനെയാണ് നമ്മൾ വൈദ്യുത പ്രവാഹം എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പറയാം, വൈദ്യുത പ്രവാഹം I is equal to Q/T ആണെങ്കിൽ വൈദ്യുത ചാർജുകൾ, പ്രവഹിച്ച വൈദ്യുത ചാർജുകൾ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര സുഖമാണ്. ഒന്നുമില്ല, എന്ത് ചെയ്താൽ മതി, പ്രവഹിച്ച വൈദ്യുതിയെ എത്ര സമയം വൈദ്യുതി പ്രവഹിച്ചു ആ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, വൈദ്യുത ചാർജുകൾ എത്ര പ്രവഹിച്ചു എന്നുള്ളത് കിട്ടും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. വൈദ്യുത ചാർജുകൾ എത്ര പ്രവഹിച്ചു എന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, പ്രവഹിച്ച വൈദ്യുതിയെ അതായത് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിനെ എത്ര സമയം വൈദ്യുതി പ്രവഹിച്ചു ആ സമയം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ I × T ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, Q കിട്ടും. അപ്പോൾ ഒന്നുമില്ല, ഈ ഇക്വേഷനെ ഞാനൊന്ന് വകഭേദം ചെയ്ത് ഇട്ടു. I is equal to Q/T, then Q is equal to I × T. ഇനി നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ വരാണെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച വെലോസിറ്റി ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ട്രയാങ്കിൾ പോലെ ഇവിടെയും നമുക്കൊരു ട്രയാങ്കിൾ പഠിക്കാം. ആ ട്രയാങ്കിളിൻ്റെ പേരാണ് ഇലക്ട്രിക് ചാർജ് കറണ്ട് ടൈം ട്രയാങ്കിൾ. എന്താണ് ഇലക്ട്രിക്കൽ ചാർജ് കറണ്ട് ടൈം ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ട്രയാങ്കിളിൻ്റെ മുകൾ ഭാഗത്ത് Q എന്ന ലെറ്റർ കൊടുത്തു, അതായത് വൈദ്യുത ചാർജ് കൊടുത്തു. ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ ഞാൻ കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് I കൊടുത്തു. റൈറ്റ് സൈഡ് കോളത്തിൽ ഞാൻ ടൈം, വൈദ്യുതി പ്രവഹിച്ച ടൈം T കൊടുത്തു. അപ്പോൾ ഇനി സപ്പോസ് ഇക്വേഷന് നമുക്ക് തെറ്റേണ്ട കാര്യമില്ല. എനിക്ക് സപ്പോസ് Q ആണ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, Q എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ പൊത്തിപ്പിടിക്കുന്നു. Q എന്ന ഭാഗത്തെ ഞാൻ പൊത്തിപ്പിടിക്കുമ്പോൾ എനിക്ക് ഇക്വേഷൻ കിട്ടി I × T. ഇനി സപ്പോസ് എനിക്ക് ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട്, അതായത് I ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, I എന്ന ഭാഗത്തെ പൊത്തിപ്പിടിക്കുന്നു. I എന്ന ഭാഗത്തെ പൊത്തിപ്പിടിക്കുമ്പോൾ എനിക്ക് കിട്ടും Q, ന്യൂമറേറ്റർ അടിയിലെ ഡിനോമിനേറ്റർ ആയിട്ട് T, ദാറ്റ് ഈസ് Q/T. ഇനി എനിക്ക് വൈദ്യുത ചാർജും തന്നു, വൈദ്യുത പ്രവാഹം ഉണ്ടായി. സമയമാണ് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സമയം എന്ന ഭാഗത്തെ പൊത്തിപ്പിടിക്കുക, ദാറ്റ് ഈസ് Q/I. പുതിയൊരു ഇക്വേഷൻ കിട്ടി, the amount of how much time the intensity of current flow. അപ്പോൾ അത് T കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, Q/I എന്ന് കിട്ടും. ഇതാണ് അപ്പോൾ വൈദ്യുത ചാർജും വൈദ്യുത പ്രവാഹവും സമയം തമ്മിലുള്ള ബന്ധം. നമ്മൾ പാഠത്തിൻ്റെ ശരിക്കുള്ള ഭാഗത്തേക്ക് കടന്നിട്ടില്ല, പക്ഷെ അത് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം എന്താണ് വൈദ്യുത പ്രവാഹം, വൈദ്യുത ചാർജ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ്, വോൾട്ടേജ് ആൻഡ് വർക്ക് ഡൺ എന്ന ടോപ്പിക്കും ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട ഇക്വേഷനും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.